എല്ലാവർക്കും നമസ്കാരം. ആദ്യമായി താനൂർ ഇസ്ലാഹുൽ ഉലൂം അറബി കോളേജിൻ്റെ 100ാം വാർഷികത്തിൻ്റെ ഭാഗമായിട്ട് നടത്തുന്ന താനൂർ കാർണിവൽ എന്ന ഈ പരിപാടിയിൽ ക്ഷണിച്ചതിന് ആദ്യമായിട്ട് സംഘാടകരോടുള്ള നന്ദി ഞാൻ അറിയിക്കുകയാണ്. സുഭാഷ് പറഞ്ഞതിൽ നിന്ന് എൻ്റർലി ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു വിഷയമാണ് എനിക്ക് തന്നിട്ടുള്ളത്. പറയാനിരിക്കുന്ന അഖിൽ സംസാരിക്കുന്നതിനേക്കാളും വിദൂരമായ ഒരു ദിക്കിലുള്ള ഒരു സബ്ജക്റ്റാണ്. ഈ സബ്ജക്റ്റിനെ കുറിച്ച് എൻ്റെ ഒരു ബോധ്യം എന്ന് പറയുന്നത്, ഞാനിതിൽ ഗവേഷണം നടത്തുകയോ ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കുകയോ ചെയ്തിട്ടില്ല. പക്ഷേ എൻ്റെ വായനാ പരിസരങ്ങളിൽ നിന്ന് എനിക്ക് കിട്ടിയ അറിവുകൾ മാത്രമാണ് ഞാനിവിടെ പങ്കുവെക്കുന്നത് എന്ന് ഞാൻ ആദ്യമായിട്ട് നിങ്ങളെ അറിയിക്കുകയാണ്. എന്നോട് പറഞ്ഞത് മാപ്പിളയുടെ മലയാളം എന്നുള്ള വിഷയമാണ്. മാപ്പിളയുടെ ഞാൻ ആമുഖം നീട്ടാതെ നമ്മുടെ സമയത്തിൻ്റെ പരിമിതി കൊണ്ട് തന്നെ വളരെ വിപുലമായ ഒരു വിഷയമാണ് എന്ന് നമുക്കൊക്കെ അറിയാം. അവിടെയും ഇവിടെയും ഒന്ന് തൊട്ടുപോവുക മാത്രമാണ് ചെയ്യുന്നത്. മാപ്പിളയുടെ മലയാളം എന്ന് പറയുമ്പോൾ ഞാനത് കാണുന്നത് 2 രൂപത്തിലാണ്. ഒന്ന്, എങ്ങനെയാണ് മലയാള സാഹിത്യത്തിൽ മാപ്പിളമാർ അവതരിപ്പിക്കപ്പെട്ടത് എന്നുള്ളതും മാപ്പിളയുടെ ഭാഷ ഏത് രീതിയിലാണ് എന്നുള്ളതുമാണ്. ഈ 2 വീക്ഷണങ്ങളിൽ നിന്നുകൊണ്ടാണ് ഞാൻ ചില കാര്യങ്ങൾ മാത്രം പറയുന്നത്. ആദ്യം, മാപ്പിളമാർ എങ്ങനെയാണ് മലയാള സാഹിത്യത്തിൽ അവതരിപ്പിക്കപ്പെട്ടത് എന്ന് നമ്മൾ പറയുമ്പോൾ അത് തന്നെ 3 തരത്തിൽ എന്ന് എനിക്ക് പറയാൻ പറ്റും. ഒന്ന്, സ്വാഭാവികമായി മാപ്പിളമാരുടെ ജീവിതം എങ്ങനെയാണോ ഉള്ളത് അതിൻ്റെ സത്യസന്ധമായ അവതരണം മലയാള സാഹിത്യത്തിൽ ഒട്ടേറെ പുസ്തകങ്ങളിൽ നമുക്ക് കാണാൻ പറ്റും, ഒട്ടേറെ സാഹിത്യ കൃതികളിൽ നമുക്ക് കാണാൻ പറ്റും. അതിന് നമുക്ക് വേറെ എവിടെയും പോവേണ്ട ആവശ്യമില്ല. നമ്മുടെ ബഷീറിനെ തന്നെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മലയാളത്തിൽ മുസ്ലിം സാമൂഹിക ജീവിതം അല്ലെങ്കിൽ മാപ്പിള സാമൂഹിക ജീവിതം ഇത്രയും തീക്ഷ്ണമായും ഇത്രയും ഗൗരവത്തോടെയും സമീപിച്ച ഒരു എഴുത്തുകാരൻ ഇതുവരെ ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാവുമെന്ന് തോന്നുന്നുമില്ല. മറ്റൊന്ന്, സ്വാഭാവികമായ സാമൂഹിക ജീവിതത്തെ അതിൻ്റെ ആ ഒരു സ്വാഭാവികതയോട് കൂടി തന്നെ കളങ്കമില്ലാതെ അവതരിപ്പിക്കുക എന്നുള്ളത് ഒരുപാട് എഴുത്തുകാർ നടത്തിയിട്ടുണ്ട്. എന്നാൽ മറ്റൊരു തരത്തിൽ മാപ്പിള സാമൂഹിക ജീവിതത്തിലെ ജീർണതകളെ തുറന്നു കാണിക്കുക, അതാണ് മാപ്പിളയുടെ സ്വാഭാവികമായ സാമൂഹിക ജീവിതം എന്ന് തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്യുന്ന രീതിയിലുള്ള എഴുത്തുകൾ മലയാളത്തിൽ ഒട്ടേറെ ഉണ്ടായിട്ടുണ്ട്. അത് ഒരു പക്ഷേ അവരുടെ അത് വിമർശിക്കേണ്ട വിമർശനാത്മകമായ ഒരു എഴുത്താണ് എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം അത് പലപ്പോഴും ഈ എഴുത്തുകളെ നമ്മൾ സമീപിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യം, അവർ പലപ്പോഴും ഈ മാപ്പിളമാരെ അല്ലെങ്കിൽ മുസ്ലിം ജനവിഭാഗത്തെ, മുസ്ലിം സാമൂഹിക ജീവിതത്തെ ദൂരെ നിന്ന് നോക്കിക്കാണുകയും എന്നിട്ട് അവരുടെ ഭാവനാത്മകമായി അവരതിനെ എഴുതുകയും ചെയ്തതാണ് എന്ന് ഇങ്ങനെയുള്ള, അതായത് ജീർണതകളെ തുറന്നു കാണിക്കുകയും അതാണ് സ്വാഭാവികമായ മാപ്പിള ജീവിതമെന്ന് എഴുത്തിലൂടെ മറ്റുള്ളവരെ കാണിക്കുകയും ചെയ്യുന്നതിൽ നിന്ന് എനിക്ക് മനസ്സിലാവുന്നത് അതാണ്. മറ്റൊന്ന്, ജീർണതകളെ തുറന്നു കാണിക്കാൻ തന്നെയാണ് എഴുത്ത് എന്ന് നമുക്കറിയാം. സാഹിത്യം ഏതൊരു സമൂഹത്തിലെ ആണെങ്കിലും ഏതൊരു തരത്തിലുള്ള ജീവിതത്തിലെ ആണെങ്കിലും ഏതൊരു തരത്തിലെ കാലത്തിലെ ആണെങ്കിലും അതിൻ്റെയൊക്കെ ജീർണതകളെ തുറന്നു കാണിക്കുക തന്നെയാണ് സാഹിത്യം എന്ന് പറയുന്നത്. പക്ഷേ അതാണ് എന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ അതിനെ തിരുത്താനുള്ള എഴുത്ത് എന്നുള്ള രീതിയിലാണ് മൂന്നാമത്തെ ഒരു സാമൂഹിക ജീവിതം, മാപ്പിളയുടെ ഒരു സാമൂഹിക ജീവിതം മലയാള സാഹിത്യത്തിൽ വന്നത് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഇങ്ങനെ 3 തരത്തിൽ വന്നിട്ടുണ്ടെങ്കിലും എനിക്ക് തോന്നുന്നത് ഇത് രണ്ടും നമ്മളിതിനെക്കുറിച്ച് ഒരു വായനക്കാരൻ എന്നുള്ള നിലയ്ക്ക് നമ്മൾ നോക്കുമ്പോൾ മുസ്ലിം ജീവിതത്തെ എത്രമാത്രം മനസ്സിലാക്കിയിട്ടുണ്ട്, അടുത്തു നിന്ന് മനസ്സിലാക്കിയിട്ടുണ്ട് അവരുടെ ജീവിതത്തിൽ. അങ്ങനെയുള്ള എഴുത്തുകൾ പലപ്പോഴും അത് സ്വാഭാവികമായ മുസ്ലിം ജീവിതത്തിൻ്റെ പകർത്തിയ എഴുത്തുകളോ അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ വിമർശനാത്മകമാണെങ്കിൽ പോലും അതിനെ ബോധവൽക്കരിക്കാനും ശുദ്ധീകരിക്കാനുമുള്ള എഴുത്തായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതിന് നമുക്ക് ഒട്ടേറെ ഉദാഹരണങ്ങളുണ്ട്. ഇപ്പോൾ നമ്മൾ നോവൽ സാഹിത്യം തുടങ്ങുന്നത് തന്നെ നമ്മൾ പറയുമ്പോൾ സി വിയുടെ മാർത്താണ്ഡവർമ്മ, അതേപോലെ ഖാൻ ബഹാദൂർ, രാജാതിരാജ, ഇങ്ങനെയൊക്കെയുള്ള നോവലുകളിലൊക്കെ നമുക്കിത് കാണാൻ പറ്റും. ഞാൻ പറയുന്നത് അദ്ദേഹത്തിന് വിപുലമായ ഒരു മാപ്പിള സൗഹൃദം, മുസ്ലിം സൗഹൃദം ഉണ്ടായിരുന്നു എന്ന് ഇത് അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ വായിച്ചവരൊക്കെ നിരീക്ഷിക്കുന്നുണ്ട്. അവിടുന്ന് നമ്മളിങ്ങോട്ട് മലബാറിലേക്ക് വരുമ്പോൾ മാപ്പിളയുടെ കൂടെ ജീവിച്ചവരുടെ എഴുത്തുകളിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ഉറൂവാണെങ്കിലും
അതേപോലെ MT ആണെങ്കിലും SK പൊറ്റക്കാടാണെങ്കിലും ബഷീറാണെങ്കിലും ഒക്കെ തന്നെ അവരവരുടെ ഇടയിൽ ജീവിക്കുന്നു. ആ ജീവിതത്തിൻ്റെ എല്ലാ തരത്തിലുള്ള അർത്ഥങ്ങളെയും അവർ ഉൾക്കൊണ്ടുകൊണ്ട് അവരുടെ ആ ഒരു ജീവിതത്തെ സാഹിത്യത്തിലേക്ക്, അവരുടെ എഴുത്തിലേക്ക് പകർത്തുമ്പോൾ അത് ഒരുപക്ഷെ സ്വാഭാവികമായ മുസ്ലിം സാമൂഹിക ജീവിതത്തിൻ്റെ ഒരു പകർത്തിയെഴുത്തോ അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ ജീർണതകൾക്കെതിരെയുള്ള ഒരു ബോധവൽക്കരണമോ ആയി മാറുന്നു എന്ന് നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ഈ പിന്നെ നമ്മുടെ MTയുടെ നാലുകെട്ടിലുള്ള പിന്നെ സൈദലവി കോയ, അതേപോലെ അങ്ങനെ ഒരുപാട്, അതേപോലെ അദ്ദേഹത്തിൻ്റെ കുഞ്ഞരക്കാരെന്ന് പറയുന്ന കഥാപാത്രം, ഇങ്ങോട്ട് നമ്മുടെ ഉറൂബിൻ്റെ സുന്ദരന്മാരും സുന്ദരിമാരും എന്ന നോവലൊക്കെ എടുക്കുമ്പോൾ സത്യത്തിൽ ഏറ്റവും കൂടുതൽ വിമർശനാത്മകമായി കുറച്ച് കാലം മുമ്പ് കണ്ടിരുന്ന 1921 മലബാർ കലാപത്തിൻ്റെ സമയത്തുണ്ടായിരുന്ന മുസ്ലിം ഹിന്ദു സാമുദായിക സൗഹൃദത്തെ വളരെ രീതിയിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരുപാട് വാർത്തകളും അതേപോലെയുള്ള പ്രചാരണങ്ങളും നമ്മളൊക്കെ കേട്ടതാണ്. പക്ഷെ അത് അദ്ദേഹം നോക്കിക്കണ്ടത്, അദ്ദേഹം അതിൻ്റെ യാഥാർത്ഥ്യത്തെ നോക്കിക്കാണുകയും അദ്ദേഹത്തിൻ്റെ നോവലിലൂടെ വളരെ സത്യസന്ധമായി ആ ഒരു സൗഹൃദ ജീവിതത്തെ വളരെ സത്യസന്ധമായിട്ട് അവതരിപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞത് ഈ ഒരു സൗഹൃദത്തിൻ്റെ അല്ലെങ്കിൽ സംസ്കാരത്തിൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറ്റത്തിൻ്റെ ഒരു വലിയ ശക്തിയാണ് എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അതേപോലെ തന്നെയാണ് ഇപ്പോൾ നമ്മൾ ബഷീറിനെ കുറിച്ച് പറയേണ്ട ആവശ്യമില്ല. കാരണം അദ്ദേഹത്തിൻ്റെ കൃതികളിലൊക്കെയും ചെയ്തിട്ടുള്ളത് വളരെ ഹാസ്യാത്മകമാണെങ്കിൽ പോലും വിമർശനാത്മകമാണെങ്കിൽ പോലും അതിനെ ബോധവൽക്കരിക്കുക എന്നുള്ള രീതിയിലാണ്. അല്ലാതെ അതിനെ ഇതാണ് എന്ന് പറഞ്ഞ് അതിനെ പ്രശ്നവൽക്കരിക്കുകയോ അല്ലെങ്കിൽ അപരവൽക്കരിക്കുകയോ ചെയ്യുന്ന ഒരു എഴുത്ത് അദ്ദേഹം എഴുതിയിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. അദ്ദേഹത്തിന് എൻ്റെ ഉപ്പൂപ്പാക്കരാനുണ്ടായിരുന്നു, അതേപോലെ ബാല്യകാല സഖി, ഈ പറയുന്നത് പോലെ അദ്ദേഹത്തിൻ്റെ പല പുസ്തകങ്ങളിലും അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങൾ മിക്കതും ഈ മാപ്പിള കഥാപാത്രങ്ങളാണ് എന്ന് നമുക്ക് കാണാൻ പറ്റും. അതേപോലെ ആ കഥാപാത്രങ്ങളിലുള്ള അല്ലെങ്കിൽ ആ നോവലിലുള്ള അവരുടെ ജീവിതം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും മാപ്പിള ജീവിതമോ അല്ലെങ്കിൽ മുസ്ലിം സാമൂഹിക ജീവിതമോ ആണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ എൻ്റെ ഉപ്പൂപ്പാക്കരാനുണ്ടായിരുന്നു എന്നുള്ളതിൽ ഈ അഹങ്കരിക്കുന്ന ഒരാളോട് കഥാപാത്രം പറയുന്നുണ്ട്, അഹങ്കരിച്ച് സംസാരിക്കുന്ന ഒരു കഥാപാത്രത്തോട് അദ്ദേഹം പറയുന്നുണ്ട്, എൻ്റെ ഉപ്പൂപ്പാക്ക് ഒരു കാളവണ്ടി ഉണ്ടായിരുന്നു, ആ കാളവണ്ടി വലിച്ചായിരുന്നു എൻ്റെ ഉപ്പൂപ്പ ഞങ്ങളെ വളർത്തിയിരുന്നത്, ആ കാശ് കൊണ്ടാണ് ഞാൻ MA വരെ പഠിച്ചത് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ വളരെ ഹാസ്യാത്മകമായി പോലും രൂക്ഷമായ ഭാഷയിൽ ആ ഒരു ജീർണതകളെ തുറന്നു കാണിക്കുന്നതിൽ ബഷീർ ചെയ്തിട്ടുള്ള ഒട്ടേറെ ഉദാഹരണങ്ങളുണ്ട്. ഇപ്പോൾ വേറൊരു സ്ഥലത്ത് അദ്ദേഹം ഒരു 5 തവണ കല്യാണം കഴിച്ച് 6ാമത്തെ തവണ കല്യാണം കഴിക്കാൻ വരുന്ന ഒരു ഹാജിയാരെ കുറിച്ച് പറയുന്നുണ്ട്. അത് കഴിക്കാൻ വരുന്ന ഹാജിയാർ വീട്ടിലെത്തിയിട്ട് റംല ബീഗം എന്ന് പറയുന്ന കഥാപാത്രം ആ പെണ്ണിനെ കല്യാണം കഴിക്കാനാണ് വരുന്നത്. കല്യാണം കഴിക്കാൻ വരുമ്പോൾ ഇവർ ഈ ഖുർആനും ഹദീസൊക്കെ പറഞ്ഞിട്ടാണ് ഇവർ കല്യാണം കഴിക്കുന്നതിനെ സാധൂകരിക്കുന്നത്. അപ്പോൾ അത് പറഞ്ഞപ്പോൾ ഈ റംല ബീഗം തിരിച്ച് ഖുർആനും ഹദീസും പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ സംഭാഷണത്തിൽ എങ്ങനെയാണ് ഇത് നിങ്ങൾക്ക് അനുവദനീയമാവുന്നത് എന്ന് ചോദിക്കുന്നത്. ബഷീർ അങ്ങോട്ട് ചോദിക്കുകയാണ്, എങ്ങനെയാണ് ഇത് അനുവദിക്കുന്നത് എന്നുള്ളത് ബഷീർ തന്നെ നമ്മളോട് ചോദിക്കുകയാണ് ആ കഥാപാത്രങ്ങൾ. അങ്ങനെ ഒട്ടേറെ ഉദാഹരണങ്ങളിലൂടെ നമുക്ക് ഈ ബഷീറിൻ്റെ ഈ ഒരു സംഭവങ്ങൾ കാണാൻ പറ്റും. അപ്പം ഇങ്ങനെ ഈ ഒരു തരത്തിൽ നമ്മൾ നോക്കുമ്പോൾ എങ്ങനെയൊക്കെ, അതായത് ഈ ഒരു മാപ്പിള ജീവിതത്തെ, മാപ്പിള സാമൂഹിക ജീവിതത്തെ അടുത്തറിയാൻ ശ്രമിച്ചവരുടെ എഴുത്തുകളിലൊക്കെയും അതിനെ പൂർണ്ണാർത്ഥത്തിൽ അതിനെ പോസിറ്റീവായിട്ട് എഴുതിയതായിട്ട് നമ്മൾ കാണുന്നു. എന്നാൽ ഇതിനെ ദൂരെ നിന്ന് നോക്കിക്കാണുന്ന പലപ്പോഴും അവർക്കുണ്ടായിട്ടുള്ള തെറ്റിദ്ധാരണകൾ, അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ അവർക്ക് ഇത് തെറ്റിദ്ധരിപ്പിക്കണമെന്ന് ബോധപൂർവമായ ചില ആവശ്യങ്ങൾ കൊണ്ടുണ്ടായ എഴുത്തുകൾ മലയാള സാഹിത്യത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുകയും കൂടി വേണം എന്നുള്ളതാണ് ഈ ഒരു കാര്യത്തിൽ എനിക്ക് പറയാനുള്ളത്. മറ്റൊന്ന് മാപ്പിളയുടെ ഭാഷ എന്ന് പറയുമ്പോൾ തീർച്ചയായും ആദ്യം നമ്മൾ ആലോചിക്കുന്നത് അറബി മലയാള സാഹിത്യത്തെക്കുറിച്ച് തന്നെയാണ്. അറബി മലയാള സാഹിത്യത്തെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ അതുകൂടി ഈ ഒരു വിഷയത്തിൻ്റെ ഭാഗമാണ് എന്നുള്ളത് കൊണ്ട് നമുക്ക് അതിൻ്റെ ഏതൊരു രീതിയിലായിരുന്നു അറബി മലയാള സാഹിത്യം ഈ ഒരു കേരളത്തിൽ ഉണ്ടായിരുന്നത് എന്നുള്ള അതിൻ്റെ ചരിത്രപരമായ ഒരു പശ്ചാത്തലം നോക്കുമ്പോൾ അത്ഭുതപ്പെടുത്തുന്ന പല ഉദാഹരണങ്ങളും നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ ആദ്യത്തെ നോവലായിട്ട് മലയാള സാഹിത്യം കാണുന്നത് ഇന്ദുലേഖയാണ്. ഈ ഇന്ദുലേഖ ഇറങ്ങുന്നതിൻ്റെ 6 വർഷം മുമ്പ് അറബി മലയാളത്തിൽ ചാർ ദർവേഷ് എന്ന് പറയുന്ന ഒരു നോവൽ അറബി മലയാളത്തിൽ ഇറങ്ങിയിരുന്നു എന്നുള്ളതാണ് ഒരു അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. അതേപോലെ മലയാളത്തിൽ ആദ്യത്തെ പ്രണയകാവ്യമായിട്ട് നമ്മളൊക്കെ വിലയിരുത്തപ്പെടുന്നത് അല്ലെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത് വീണപൂവാണ്, കുമാരനാശാൻ്റെ.
ഈ വീണപൂവ് എഴുതുന്നതിന് 15 വർഷം മുമ്പ് മോയിൻകുട്ടി വൈദ്യർ എന്ന് പറയുന്ന മാപ്പിള മഹാകവി ബദറുൽ മുനീറും മുസ്ലിം ജമ്മാലും എന്ന് പറയുന്ന വളരെ ഗംഭീരമായിട്ടുള്ള പ്രണയകാവ്യം എഴുതിയിരുന്നു. അത് അറബി മലയാളത്തിലായിരുന്നു എന്നുള്ളത് പലപ്പോഴും നമ്മൾ മറന്നു പോകുന്നു എന്നുള്ളതാണ്. അതേപോലെ തന്നെയാണ് ഒരേ സമയം നമ്മുടെ ഈ അടുത്ത് തിരൂര് തുഞ്ചംപറമ്പിൽ പിന്നെ നമ്മുടെ അധ്യാത്മരാമായണം എഴുതിയിട്ടുള്ള നമ്മുടെ ഭാഷാപിതാവ് തുഞ്ചത്ത് ആചാര്യൻ അദ്ദേഹം ഈ അധ്യാത്മരാമായണം എഴുതുന്ന അതേ സമയത്ത് തന്നെയാണ് ഖാദി മുഹമ്മദ് മുഹിയുദ്ദീൻ മാലയും എഴുതുന്നത്. ഒരേ തരത്തിൽ പിന്നെ ഭക്തിയും അതേപോലെ കാവ്യവും എങ്ങനെ ഭക്തിയെ കാവ്യമാക്കാം എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ മലയാളത്തിലെയും അറബി മലയാളത്തിലെയും 2 ഉദാഹരണങ്ങളാണ് യഥാർത്ഥത്തിൽ ഈ മുഹിയുദ്ദീൻ മാലയും ഈ പറയുന്ന പിന്നെ അധ്യാത്മരാമായണം എന്ന് പറയുന്നത്. മാത്രവുമല്ല ഇതിൻ്റെ വൃത്തങ്ങൾക്കിടയിൽ തന്നെ വലിയ സാമ്യതയുണ്ട് എന്നൊക്കെ ഇതിനെക്കുറിച്ച് പഠനം നടത്തിയവരൊക്കെ പറഞ്ഞിട്ടുണ്ട്. കാകളി എന്ന വൃത്തത്തിലാണ് ഈ അധ്യാത്മരാമായണം എഴുതിയത്. അതേപോലെ തന്നെയാണ് ആ കാകളി എന്ന വൃത്തത്തോട് സാമ്യമുള്ള അറബി മലയാളത്തിൻ്റെ ഒരു ഇശലിലാണ് ഈ പിന്നെ മുഹിയുദ്ദീൻ മാല എഴുതിയത് എന്നൊക്കെ പറയുന്നുണ്ട്. മാത്രമല്ല അന്ന് നമ്മുടെ ഒരു മുസ്ലിം സാമൂഹിക ജീവിതം നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ആ ഒരു സമൂഹത്തിൽ വൈകുന്നേരങ്ങളിൽ ഹിന്ദു വീടുകളിൽ അധ്യാത്മരാമായണം ചൊല്ലുകയും അപ്പുറത്തെ വീടുകളിൽ മുഹിയുദ്ദീൻ മാല ചൊല്ലുകയും ചെയ്യുന്ന തരത്തിലുള്ള ഞാൻ നേരത്തെ പറഞ്ഞ ഒരു സൗഹൃദത്തിൻ്റെ അല്ലെങ്കിൽ ഒരു സാംസ്കാരിക സമന്വയത്തിൻ്റെ വളരെ പുഷ്കലമായ സുന്ദരമായ ഒരു അന്തരീക്ഷം നമ്മുടെ ഈ ഒരു മലബാറിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് നമ്മളാരും വിസ്മരിക്കാൻ പാടില്ല എന്നുള്ളതാണ്. മറ്റൊന്ന് ഞാൻ ഒരു തവണ പിന്നെ വായിച്ചത് ഓർക്കുകയാണ്. മുഹിയുദ്ദീൻ മാല പഠിച്ച അതായത് സ്ത്രീധനം പോലും മുഹിയുദ്ദീൻ മാലയായിട്ട് അന്ന് കാലത്തുണ്ടായിരുന്നു എന്നൊക്കെ പിന്നെ വായിച്ചിട്ടുണ്ട്. മുഹിയുദ്ദീൻ മാല അറിയെങ്കിൽ പിന്നെ പെണ്ണ് കെട്ടിയാൽ മതി എന്ന് പറയുന്ന വീട്ടുകാർ വരെ അന്നുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ അറബി മലയാളത്തിലുള്ള ഈ ഒരു കാവ്യത്തിന് മുസ്ലിം